ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുൽ മൗലാൽ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരല്ലാത്തവർ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിന് നിന്നാൽ അവരെ ഞങ്ങൾ അതാ മുഖം നോക്കാതെ പരാജയപ്പെടുത്തുമെന്ന് വരെ EMS നമ്പൂതിരിപ്പാട് അടക്കം അവസാനം ശരീഅത്ത് പിടിയില്ല എന്ന് പറയുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റത്തെ അഭിലാഷമായിരുന്നു സമസ്തയിലെ പണ്ഡിതന്മാർ EK അബൂബക്കർ മുസ്ലിയാർ അവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ അറബിക്കടലിൽ താഴ്ത്തുകയാണെന്ന് പ്രഖ്യാപിക്കുകയും AP ഉസ്താദ് അവറുകളെയും EK ഉസ്താദ് അവറുകളെയും ഒന്ന് തെറ്റിച്ചാൽ മാത്രമേ സന്ദർഭത്തിൽ രണ്ട് ലീഗുകൾ യോജിക്കുകയുണ്ടായി. ലീഗിന്റെ യോജിപ്പോടുകൂടി നമ്മളൊക്കെ വളരെയേറെ സന്തോഷിച്ചിരുന്നു. അവിടുന്ന് പ്രഖ്യാപനം നടത്തി മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാകണം എന്നാണ് EK പറഞ്ഞത്. ആണ് എന്നാണ് പത്രത്തിൽ വന്നത്. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായ AP ഉസ്താദ് അവരുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സമസ്തയുടെ കോളേജിൽ നിന്ന് ഒരു മുത്തഅല്ലിം പോയതിനാൽ ആ മുത്തഅല്ലിമിനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സമ്മേളനം നടത്താൻ തന്നെ മഹാനായ CM വലിയുല്ലാഹിയെ പോലുള്ള മഹാന്മാർ ഉപദേശിച്ചതനുസരിച്ച് SYS അതിന്റെ സമ്മേളനങ്ങളും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരൊക്കെ പ്രവർത്തിച്ച EKS മുസ്ലിയാർ പോലത്തെ ഒരു മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക് സമസ്തയുടെ യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി TC മുഹമ്മദ് മുസ്ലിയാർ അവർ പോവുകയുണ്ടായി. തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും EK ഉസ്താദ് അവർക്ക് അനുമതി കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഈ മുശാവറയിൽ ചേരാൻ പ്രയാസമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ബഹുമാന്യരായ മൗലാന MA ഉസ്താദ് അവറുകൾ അവതരിപ്പിക്കേണ്ട ഒരു വിഷയം മഹാനവറുകൾ വളരെ വിശദമായി തന്നെ ഒരു പ്രബന്ധമായി എഴുതി അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സമയം നമുക്ക് പൂർണ്ണമായി വായിക്കാൻ മാത്രം സാഹചര്യം കൂടുതൽ നീട്ടാൻ പറ്റാത്തതായതിനാൽ അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു ചെറിയ ഒരു പ്രഭാഷണ രീതിയിൽ വിഷയം ഒപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യാവലികളുടെ മറുപടികൾ പെട്ടെന്ന് പൂരിപ്പിച്ച് വളണ്ടിയർമാർ വരുമ്പോൾ തിരിച്ചു നൽകണം എന്ന് സംഘാടകർ പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഞാൻ ബർക്കത്തിനു വേണ്ടി ഉസ്താദ് അവരുടെ ആമുഖം വായിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി الذي أنعم علينا وهدانا إلى دين الإسلام ومن علينا برسالة خير الأنام هاديا وداعيا إلى الطريق المستقيم سيدنا وشفيعنا محمد وآله وأصحابه الكرام والتابعين وتابعهم بإحسان إلى يوم الدين أما بعد. കേരള പണ്ഡിത ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ ചാർത്താൻ ഉപകരിക്കുന്ന ഈ പണ്ഡിത സംഗമത്തിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് പങ്കെടുക്കാനുള്ള ആരോഗ്യ ശാരീരിക കഴിവുകളിൽ പരിതപിക്കുകയും എല്ലാവരുടെയും ഉള്ളറിഞ്ഞ പ്രാർത്ഥന കാക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ കുറിപ്പ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. കേരള മുസ്ലിം ചരിത്രം അയവിറക്കുന്നവർക്ക് അനുസ്മരണീയമായ ചില വസ്തുതകൾ പഠനാർഹവും ചിന്താർഹവും അത്രേ. ഒന്നാമതായി, ഇസ്ലാമിക ചരിത്രത്തിൽ 1-ാം നൂറ്റാണ്ട് മുതൽ അഭംഗുരം നടന്നുവരുന്ന പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഏക സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കേരളത്തെപ്പോലെ മറ്റൊരു പ്രദേശം ചരിത്രത്തിൽ ക്ഷിപ്രസാധ്യമല്ല. ഇസ്ലാമിൻ്റെ നാമത്തിൽ ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷം വന്ന ഭരണാധികാരികൾ ഭരിച്ച പ്രദേശങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ചരിത്ര വസ്തുത എത്രയത്. ഉമവി ഖലീഫമാർ ആസ്ഥാനമാക്കിയിരുന്ന സിറിയയും സ്പെയിനും നമുക്ക് അനുസ്മരണീയം. കുരിശുകാരുടെ കയ്യേറ്റം കണ്ടറിയാത്ത ഭരണാധികാരികൾ ഭിന്നിച്ചും സ്വാർത്ഥ താൽപര്യത്തിന് മാത്രവുമായി നിലകൊണ്ടതിൻ്റെ തിക്തഫലം ഇന്ന് സ്പെയിൻ ചരിത്രാവിശിഷ്ടമായി. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയെന്ന് അല്ലാമ ഇബ്നു വർദിയെപ്പോലും രേഖപ്പെടുത്തിയ ഖുർത്തുബ ജമാഅത്ത് പള്ളിയിൽ 1932 മർഹൂം ഇഖ്ബാൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടെങ്കിലും സുജൂ ചെയ്ത ചരിത്രം നാം വായിച്ചതാണ്. അന്നും അത് ചർച്ചയായിരുന്നു എന്നത് സ്മരണീയം. എന്നാൽ സമീപ വർഷത്തിൽ ഇന്ത്യയിൽ ജനിച്ച SM ഗളൻഫർ അബദ്ധവശാൽ തനി ചർച്ചയായ ക്രിസ്തീയ ദേവാലയമായി തീർന്ന അതേ പള്ളിയിൽ സുജൂ ചെയ്തു പോയപ്പോൾ
വലിച്ചു തള്ളി പുറത്താക്കിയ ചരിത്രവും നാം പത്രവാർത്തയായി കേട്ടുകഴിഞ്ഞുവല്ലോ. നമ്മുടെ പരമ്പര കേരളത്തിലെ ഇസ്ലാമിക ആവിർഭാവത്തെക്കുറിച്ച് ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അനിഷേധ്യമായ തെളിവുകൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാമിക ആവിർഭാവം നടന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കേരള പെരുമാളന്മാരുടെ ആസ്ഥാനമായിരുന്ന മാടായിപ്പള്ളിയുടെ കട്ടിലപ്പടിയിൽ സനത്ത് ഹംസിൻ എന്ന് ലിഖിതം ചെയ്തിട്ടുള്ളതും തലങ്കരയിലെ മാലിക് ദീനാർ പള്ളിയടക്കം പ്രഥമ പള്ളികളിൽ സനത്ത് ഇസ്നാവൈസ് എന്ന് എഴുതി കാണുന്നതും പന്തലായിനി മക്ബറയടക്കം മക്ബറിലെ ചില മീസാനുകൾ 2 അക്കം കൊത്തിവെച്ചുകൊണ്ടതും അറക്കൽ സ്വരൂപത്തിൽ സൂക്ഷിക്കുന്ന ചില അപൂർവ രേഖകളും വിളിച്ചുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചരിത്രമാണ്. ജുമാ ഖുതുബയുടെ ഭാഷയെക്കുറിച്ച് മർഹൂം ശംസുൽ ഖുതുബി മുഹമ്മദ് ഹുസ്നാൻ നവറുല്ലാഹു മർഖദഹു ക്ലാസ് എടുത്തപ്പോൾ മാടായിപ്പള്ളിയുടെ ലിഖിതം ഫോട്ടോ കാണിച്ച് ഉദ്ധരിച്ചത് ഇസ്ലാമിക പാരമ്പര്യ തെളിവാണിതെന്ന് ശ്രവണപഥത്തിൽ ഇന്നും അലതല്ലുന്നുണ്ട്. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം മതം ഇവിടെ വന്നിരുന്നു എന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഉസ്താദ് അവറുകൾ വിശദമായി എഴുതുന്നുണ്ട്. നമുക്കറിയാം, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഹ്ദ മലിക്കുൽ ഹിന്ദി ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ സഞ്ചബീലുൻ എന്ന ഹദീസിൽ ഫഖതഅഹാ ഖിത്അതൻ ثم അതാനി മിൻഹാ ഖിത്അ എന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഇഞ്ചി ഹദീയായി ഇന്ത്യയിലെ രാജാവ് എത്തിച്ചു കൊടുത്തു എന്ന് ഹദീസിൽ നാം ഓതിയിട്ടുണ്ട്. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം മതം വന്ന നമ്മുടെ കേരളത്തിൽ പിന്നീട് അനൈക്യം പൊട്ടിപ്പുറപ്പെടാൻ കാരണമാകുന്ന വിധത്തിൽ 1921കളിൽ മുബത്തദികളുടെ ശ്രമങ്ങൾ ആരംഭിക്കുകയും ആ ശ്രമങ്ങളെ പൂർണ്ണമായി നേരിട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നേരത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സൈനുദ്ദീൻ മഖ്ദൂം അവറുകൾ അതിൽ 1-ാമനും 2-ാമനും ഫതുഹുൽ മഈനും ഇർഷാദുമൊക്കെ രചിച്ച 2-ാമനും ഉസ്റുത്തുല്ലാബ് രചിച്ച 1-ാമനും അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം 2-ാമനും അങ്ങനെ തുടങ്ങിയുള്ള മഹാന്മാരും ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെപ്പോലെ മമ്പറം തങ്ങളെപ്പോലെയുള്ള ഒരുപാട് മഹത്തുക്കളും ജീവിച്ച് ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ചരിത്രങ്ങളെല്ലാം ഉസ്താദ് അവറുകൾ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു, അങ്ങനെ ഭിന്നതകൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ഐക്യസംഘം എന്ന പേരിൽ അനൈക്യമില്ലാത്ത കേരളത്തിൽ ഒരു സംഘം, ഒരു വിഭാഗം ആളുകൾ രൂപീകരിക്കുകയും അവർ പലിശ വരെ ഹലാലാക്കുകയും ആ പലിശ ഹലാലാക്കാൻ വേണ്ടി ഒരു ഗ്രന്ഥം തന്നെ രചിക്കുകയും ചെയ്ത ചുറ്റുപാടുകൾ ഉണ്ടായപ്പോൾ ആ അനൈക്യത്തിൻ്റെയും ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമായി നമ്മുടെ ഇന്ത്യ രാജ്യത്തെ, വിശിഷ്യ കേരളത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറുല്ലാഹു മർഖദഹു മഹാനവറുകളും പാങ്ങിൽ എ.പി. അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു അങ്ങനെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി രൂപം കൊടുത്ത സംഘടനയാണ് കേരള ജമിയത്തുൽ ഉലമ. ആ കേരള ജമിയത്തുൽ ഉലമ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും പുറമെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും മഹാന്മാരുടെ ഇബാറത്തുകളും ഇപ്പോൾ പ്രസംഗകരുടെ CD കേസറ്റുകളും വരെ അപഹരിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന കക്ഷികൾ സംഘടന അതേ പേരിൽ മറ്റൊരു സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് സംഘടന അപഹരിച്ചെടുത്തപ്പോൾ അവരെയും കൂടി പ്രതിരോധിക്കുന്ന വിധത്തിൽ കേരള ജമിയത്തുൽ എന്ന പേരിന്റെ കൂടെ സമസ്ത എന്ന പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് മഹാനായ എ.പി. അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു പ്രഖ്യാപിക്കുകയും 1925 അതിന്റെ പൂർത്തീകരണം നടത്തുകയും പിന്നീട് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഭരണ ABCD എന്നിങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ തന്നെ ഖണ്ഡികകൾ ചേർത്ത് രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നമ്മുടെ പൂർവിക പണ്ഡിതന്മാർ എതിരായിരുന്നു എന്ന പ്രചരണം തെറ്റാണ് എന്നതിന് സമസ്തയുടെ ഭരണഘടന തന്നെ തെളിവാണ് എന്നത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ഭരണഘടനയിൽ ആദ്യമായി തന്നെ കൊടുക്കുന്ന വാചകം നമുക്ക് വളരെയേറെ ശ്രദ്ധേയമായി കാണാൻ സാധിക്കും. ഒന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യം തന്നെ പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും
പ്രചരണങ്ങളെയും നിയമാനുസൃതം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ്. 3, മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികപരമായും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. 4, മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അതീതമല്ലാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക എന്നതാണ്. 5, മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഗുണത്തിനും സമുദായമധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനുമായി പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനപരമായും ശർഈ നിയമത്തിനും അധീനമായും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ സഭയുടെ ഉദ്ദേശം എന്നാണ് ഉദ്ദേശലക്ഷ്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ഈ ഉദ്ദേശലക്ഷ്യങ്ങളിൽ വാസ്തവത്തിൽ ഉൾപ്പെടാത്ത ഒരു നവോത്ഥാന പ്രവർത്തനങ്ങളും ഇല്ല എന്നതാണ് ശരി. ഭൗതിക വിദ്യാഭ്യാസവും അനൈക്യത്തിനെതിരെ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടവും അങ്ങനെ തുടങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉള്ള സർവ്വ പ്രവർത്തനങ്ങളെയും സമസ്തയുടെ ഭരണഘടന ഉൾക്കൊള്ളുന്നുണ്ട്. അതും തീവ്രവാദങ്ങളോ ഭീകരവാദങ്ങളോ കടന്നു വരാതെ സമാധാനപരമായും നിയമപരമായും ആയിരിക്കണമെന്ന് അന്ന് തന്നെ പണ്ഡിതന്മാർ ദീർഘദൃഷ്ടിയോടുകൂടി ഇതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ എം.എ. ഉസ്താദ് അവറുകൾ ഇതിന് ശേഷം പറയുന്ന ഒരു വിഷയം, ഇടയിലൊരു കാര്യം പണ്ഡിത ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പ്രസ്തുത 5 ഖണ്ഡികകളും പ്രയോഗവൽക്കരിച്ച് നടപ്പിലാക്കുന്നത് താജുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ സംഘടിച്ച മുശാവറയും അവരെ പിന്തുടർന്ന അണികളും മാത്രമാണെന്നത് അവിസ്മരണീയമത്രേ. 1-ാം ഖണ്ഡിക വായിക്കുന്നവർക്ക് വിധേയത്വമില്ലാതെ പ്രസ്തുത ആദർശത്തിനായി പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് ഇന്നാരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. പിന്നീട് മഹാനവർകൾ എഴുതുന്നത്, ഇബ്നു അബ്ദുൽ വഹാബിനെ പ്രശംസിച്ചവരെ നേതൃരംഗത്ത് അവരോധിക്കാനും അഥവാ സമസ്തയുടെ പേരിലുള്ള ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റാക്കാനും എന്ന് മാന. അവിഭക്ത മുശാവറയിൽ തീരുമാനിച്ച ധാരാളം കാര്യങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയും ചെയ്തവർക്ക് എങ്ങനെയാണ് അത് അവകാശപ്പെടാൻ സാധിക്കുകയെന്ന് നോക്കുക. 2ഉം 3ഉം ഖണ്ഡികയും പ്രസ്തുത വിഷയം അരക്കിട്ടുറപ്പിക്കുകയാണല്ലോ. അവക്കായി സധൈര്യം നിർഭയം പ്രവർത്തിക്കുന്നതും താജുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള അണികളല്ലാതെ മറ്റാരാണ് എന്ന് എം.എ. ഉസ്താദ് ഇവിടെ ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തന രംഗത്ത് നടത്തിയ വിഷയങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ കുറേ ദിവസങ്ങളെ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അല്ല. അതാത് കാലഘട്ടങ്ങളിൽ നിയമപരമായി മുസ്ലിങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങൾ നേടിയെടുക്കുന്നതിനും മറ്റ് മതക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ കാലം മുതൽ തുടർന്നു വരുന്ന ഇസ്ലാമിക പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സ്വഭാവം നിലനിർത്തി ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്താനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് സമസ്തയുടെ വലിയ വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയിരുന്നത്. 18 സമ്മേളനങ്ങൾ മുമ്പ് കാലത്ത് നടന്നത് പ്രത്യേകം പല ഉദ്ദേശങ്ങളും അതിൽ അന്തർലീനമായി കിടന്നിരുന്നു. സമസ്തയുടെ ആദർശ ലക്ഷ്യത്തിനെതിരെ പ്രവർത്തിച്ച കക്ഷികൾ ഉണ്ടാക്കിയ ഫിത്നകൾ, ഉദാഹരണത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനമായ കർമ്മമായ ജുമഅയുടെ ഖുതുബ, അതിന്റെ ഭാഷമാറ്റം വരുത്താൻ വേണ്ടി ചിലർ കാസർഗോഡ് യോഗം ചേർന്ന് തീരുമാനം എടുത്തപ്പോൾ അത് പാടില്ലെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനും പണ്ഡിതന്മാരെ ബോധ്യപ്പെടുത്താനും വേണ്ടി തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ പ്രത്യേകം ക്ലാസ് എടുത്തുകൊണ്ട് സമ്മേളനം സംഘടിപ്പിച്ച് അതിനെ പ്രതിരോധിച്ചത് സമസ്തയുടെ മിനിസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവറുകൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. ശേഷം AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പിന്നീട് ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ, ബഹുമാനപ്പെട്ടവർ സിഹാഹുസ് ഷെയ്ഖൈനി എന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥം രചിച്ച ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സൂഫിവര്യനും മഹാപണ്ഡിതനും ഗ്രന്ഥകർത്താവും സർവ്വമേഖലകളിലും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ശേഷം അല്പകാലം ബഹുമാനപ്പെട്ട മൗലാന സദഖത്ത് മുസ്ലിയാർ അവറുകളും, ശേഷം കണ്യത്ത് ഉസ്താദ് അവറുകളും, ശേഷം താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുമാണ് സമസ്തക്ക് നേതൃത്വം കൊടുത്തവർ. ഇപ്പോഴും ആ നിലക്ക് തന്നെയാണ് സമസ്ത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1951 വടകരയിൽ സമസ്തയുടെ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. നാം ജനിക്കുന്നതിന് മുമ്പായിരുന്നു എന്ന് പറയേണ്ടതില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ പിതാവ് പണ്ഡിതനല്ലെങ്കിലും ആ സമ്മേളനത്തിൽ പോയി പങ്കെടുത്തതായി ഞാൻ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് കറൻസി നോട്ടുകൾ സൂക്ഷിച്ചവർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല
എന്നൊരു വാദം ഉന്നയിക്കപ്പെട്ടപ്പോൾ അന്നത്തെ ആ മഹത്തായ സമ്മേളനത്തിൽ അങ്ങനെ പറയുന്ന ഏതോ ഒരു മുസ്ലിയാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ആശയക്കാരോ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് പരസ്യമായി അവിടെ വെച്ച് വിളിക്കുകയും ആരും വരാതിരിക്കുകയും ചെയ്തതായി എന്റെ ബാപ്പ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സാഹചര്യത്തിലും ആവശ്യമായ വിഷയങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയായിരുന്നു ഓരോ സമ്മേളനങ്ങളും നടത്തിയിട്ടുള്ളത് എന്നതിന്റെ പുറമെ ആ വടകരയിൽ നടന്ന സമ്മേളനത്തിൽ മുഫ്തി ഹബീബുള്ള മദ്രാസി, ഖലീലുർ റഹ്മാൻ ബീഹാരി, മഹാനായ ശംസുല്ലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അഹമ്മദ് വൈ സാലിയാത്തി റഹിമഹുല്ല, അബ്ദുൽ ബാരി മുസ്ലിയാർ റഹിമഹുമുല്ല, അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നത് MA ഉസ്താദ് ഓർമ്മിക്കുന്നുണ്ട്. ആ യോഗത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് ഭൗതിക പഠനം നടത്തുമ്പോൾ തന്നെ ഇസ്ലാമിക പഠനരംഗത്ത് ഒരു പാഠ്യപദ്ധതി അനുസരിച്ച് നമുക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന ചർച്ച ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട മൗലാന MA ഉസ്താദ് അവറുകൾ അക്കാലഘട്ടത്തിൽ അൽബയാൻ മാസികയിൽ തുടർലേഖനം എഴുതുകയും അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നവറുല്ലാഹു മർഖദഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ അന്ന് ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ആ സബ് കമ്മിറ്റി ആണ് പിന്നീട് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി തങ്ങളുടെ വീട്ടിനടുത്തുള്ള ദർസ് ഹാളിൽ യോഗം ചേർന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ശരിയായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ വിദ്യാഭ്യാസ ബോർഡ് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കും നേതാക്കൾക്കും കൂറുള്ളതും രണ്ടാമത്തേത് നമ്മുടേത് സ്വന്തവുമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. രണ്ടും കൂടി ഏകദേശം 25,000-ഓളം മദ്രസകൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് സമസ്തയുടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനമാണ്. മറ്റൊരു കാര്യം, അതിന്റെ ശേഷം അതിനോട് ചുവട് പിടിച്ചുകൊണ്ട് 1971 ജാമിഅ സഅദിയയും 1978 മർക്കസു സഖാഫത്തി സുന്നിയും പിന്നീട് ആ മാതാപിതാക്കളുടെ സന്താനങ്ങളായി ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത സ്ഥാപനങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനവുമായി ഉണ്ടായതെല്ലാം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണെന്നും അത് മുഴുവനും സമസ്തയോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണെന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. 1954 താനൂരിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ യുവസമൂഹത്തെ വളരെ നല്ല പന്ഥാവിൽ നയിക്കേണ്ടതും അധാർമികതകളൊന്നും വരാതെ അവരെ സംസ്കരിക്കേണ്ടതും അവർ പണ്ഡിതന്മാർ കൊടുക്കുന്ന അജണ്ടയനുസരിച്ച് പ്രവർത്തനം നടത്തി സമൂഹത്തെ സമുദ്ധരിക്കാനും നല്ല ഒരു പ്രവർത്തന മേഖല ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു യുവസമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ ചിന്തിക്കുകയുണ്ടായി. ആ ചിന്തിച്ച ചർച്ച 1954 താനൂരിൽ നടന്ന സമ്മേളനത്തിൽ നടന്നതിന് ശേഷം കോഴിക്കോട് ജിഫ്രി ഹൗസിനടുക്കൽ ബഹുമാനപ്പെട്ട ഫضل ജിഫ്രി തങ്ങളടക്കമുള്ള നമ്മുടെ നേതാക്കളുടെ ഖബറുകൾ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ആ ജിഫ്രി ഹൗസിനടുത്തുള്ള മദ്രസയിൽ കുറ്റിച്ചിറയിൽ യോഗം ചേർന്ന് അവിടെ വെച്ച് ആദ്യമായി SYS സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപീകരിക്കുകയുണ്ടായി. സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പേര്, അതിന്റെ ചുരുക്കപ്പേര് SYS. അതാണ് യഥാർത്ഥ സമസ്തയുടെ SYS എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിന്നും നമ്മുടെ പണ്ഡിതന്മാരുടെ കീഴിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കക്കാട് വെച്ച് നടന്ന 20ാം സമ്മേളനത്തിലാണ് SYSന് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. SYSന്റെ കീഴിലാണ് മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം പിന്നീട് നടന്നു വന്നിട്ടുള്ളത്. പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ, KB മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, MM ബഷീർ മുസ്ലിയാർ, പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മഹാന്മാർ അതിന്റെ നേതൃരംഗത്ത് ഇരുന്നിട്ടുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ അവറുകളുടെ ശേഷം ബഹുമാനപ്പെട്ട MA ഉസ്താദ് അവറുകളും അതിന്റെ നേതൃസ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളാണ് അതിന്റെ നേതൃരംഗത്ത് ഉള്ളതെന്ന് നമുക്ക് അറിയാം. അതിനിടയിൽ ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ EK ഹസൻ മുസ്ലിയാരെ പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് അവറുകളെ സമസ്ത കേരള സുന്നി സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയായി നിശ്ചയിക്കുകയും നിർബന്ധിക്കുകയും ആ സ്ഥാനം നൽകുകയും ചെയ്തത് മഹാനും ആരിഫും വലിയുമായ ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ അവറുകളായിരുന്നു. അതിന്റെ ബറക്കത്തും ഉസ്താദ് അവറുകളുടെ പ്രവർത്തന രംഗത്ത് ഈ സംഘടനയിൽ കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, അതിനുശേഷം ബഹുമാനപ്പെട്ട
KP ഹംസ മുസ്ലിയാർ അവറുകളും SYSന്റെ നേതൃരംഗത്ത് ഇന്നും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ചെയ്യുന്നതിന്റെ പുറമെ നേരത്തെ നേതൃരംഗത്ത് ഇരുന്നിട്ടുണ്ട്. ഉസ്താദ് അവറുകൾക്ക് ശേഷം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളും അതുപോലെ C മുഹമ്മദ് ഫൈസിയും ഈ നമ്മുടെ SYSന്റെ നേതൃരംഗത്തിറങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുള്ള വിഷയമാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പറവണ്ണ വൈദ്യകുട്ടി മുസ്ലിയാർ അവറുകളും ശേഷം ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അവറുകളും ബഹുമാനപ്പെട്ട മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളും പിന്നീട് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുമാണ് അതിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പിൽക്കാലത്ത് ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അത് നേരത്തെ സ്ഥാപിക്കപ്പെട്ട ബോർഡ് തകർക്കാതെയും അതേസമയത്ത് ആ ബോർഡിൽ നിന്ന് ഒരു സഹകരണവും ലഭിക്കാതെ അതിന്റെ പുസ്തകങ്ങൾ പോലും നമ്മൾ പഠിപ്പിക്കാനോ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനോ പാടില്ല എന്നൊരവസ്ഥാവിശേഷം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ സധൈര്യം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു ബോർഡും കൂടി നാം രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ ശാസ്ത്രീയമായ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ പോലും അവസാന കാലത്ത് മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ മസ്ലഹത്താകാം വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തന്നെ മതി, പുസ്തകം സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെതാക്കാം എന്ന് പറഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അത്രയും ശാസ്ത്രീയമായിരുന്നു നമ്മളുടെ പുസ്തകങ്ങൾ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ചതിനേക്കാളും ഉദ്ദേശിച്ചതിനേക്കാളും ഉപരി വലിയ സ്വീകരണമാണ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട സയ്യിദ് അവേലത്ത് കുഞ്ഞിശ്ശേരിക്കോയ തങ്ങൾ നവറല്ലാഹു ബർക്കതുഹു മഹാനവറുകളാണ് ഉണ്ടായത്. ഇപ്പോൾ അതിന്റെ പ്രസിഡന്റ് മഹാനായ MA ഉസ്താദ് അവറുകളാണ്. ഇതിനിടയിൽ നമ്മുടെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ ദീനീ രംഗത്ത് തെറ്റിപ്പോകാതിരിക്കാനും സുന്നത്ത് ജമാഅത്തിൽ അടിയുറപ്പിച്ചു നിർത്താനും മത വിദ്യാർത്ഥികളും ഭൗതിക വിദ്യാർത്ഥികളും തമ്മിൽ അകൽച്ച ഇല്ലാതിരിക്കാനും വേണ്ടി വളരെ ആസൂത്രിതമായി പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് സമസ്തയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EK അബൂബക്കർ മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് SSF എന്ന കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതും തഖ്വയുടെ മേൽ അടിത്തറയിടപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വാശിക്ക് വേണ്ടിയോ വഴക്കിന് വേണ്ടിയോ ഉണ്ടാക്കിയതല്ല. ആ മഹത്തായ സംഘടന രൂപീകരിച്ച് അല്പകാലം കഴിഞ്ഞപ്പോൾ വിനീതരായ ഞങ്ങളെപ്പോലുള്ളവർ ആ സംഘടനയിലുള്ളപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ഞങ്ങൾ അംഗീകാരത്തിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ചിലർ പ്രശ്നങ്ങൾ ഉള്ള സന്ദർഭമായതിനാൽ അതിന് അംഗീകാരം കിട്ടാതിരുന്നുവെങ്കിലും അൽഹംദുലില്ലാ സമസ്ത കേരള ജമിയത്തുയുടെ പ്രവർത്തനരംഗത്ത് എല്ലാ നിലക്കും തുമൈനീനത്തുണ്ടായപ്പോൾ 2010 അത് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും അത് അംഗീകാരം കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കുമാണ് എന്ന സന്തോഷ വാർത്തയും ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, സമസ്തയിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ അത് കൂടുതൽ പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ അതും കൂടി അല്പം സൂചിപ്പിക്കുകയാണ്. പലരും അത് കുറച്ചൊക്കെ പറയണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചുരുക്കി മാത്രം പറയുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന കാലം മഹാനവറുകൾ ഒരു പ്രമുഖനായ പണ്ഡിതനും ബുദ്ധിമാനും വളരെയേറെ തന്റെ ഇടമുള്ള സധൈര്യം ഒരു കാര്യത്തെ നേരിടാൻ കഴിവുള്ള വ്യക്തിയുമാണെന്നതിൽ ആർക്കും തർക്കമില്ല. ആ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അവറുകളെ സമസ്തയുടെ കീഴിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതെന്തിനു പുറത്താക്കിയെന്നൊന്നും എന്നോട് ചോദിക്കരുത് സുഹൃത്തുക്കളെ. അങ്ങനെ സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകളെ പുറത്താക്കപ്പെടുന്ന രൂപത്തിൽ ചില എന്തെല്ലാമോ ഫിത്നകൾ നടന്നു. ആ ഫിത്നകൾക്ക് പിന്നീട് കൂടുതൽ ശക്തി ഉണ്ടാവുകയുണ്ടായി. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന KV മുഹമ്മദ് മുസ്ലിയാർ അവർകൾ എഴുതിയ ഒരു ഖുർആൻ പരിഭാഷയും അതിനെതിരായി EK അബൂബക്കർ മുസ്ലിയാർ അവർകൾ പിന്നീട് എഴുതിയ പ്രൗഢമായ ലേഖനങ്ങളുമൊക്കെ ഇന്നും വായിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കടന്നാക്രമണം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയും സംവാദങ്ങൾ പരസ്യമായ സംവാദങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ നെഞ്ഞൂക്കോടുകൂടി അതിനെ നേരിട്ടിരുന്ന മഹാപണ്ഡിതനായിരുന്നു മർഹൂം EK ഹസൻ മുസ്ലിയാർ
നവറല്ലാഹു മർഖദഹു, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. EK ഹസൻ മുസ്ലിയാർ അവറുകൾ വാദപ്രതിവാദ രംഗത്ത് മൗലവി ചേകനൂരിനെ വരെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ മറുപടി പറഞ്ഞ് മുട്ടിച്ചിരുന്ന കാലഘട്ടവും മഹാനായ EK ഹസൻ മുസ്ലിയാർ സംവാദത്തിന്റെ രംഗത്തും അതുപോലെ സംഘടനാ രംഗത്തുമൊക്കെ വളരെയേറെ വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് അവറുകളും AP ഉസ്താദ് ജനറൽ സെക്രട്ടറിയും EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സംവാദത്തിനു വേണ്ടി പലരും പിൽക്കാലത്ത് ഒഴിഞ്ഞുമാറലായിരുന്നു പതിവ്. പക്ഷേ ഹസൻ മുസ്ലിയാർ അവറുകൾ വഫാത്തായി കഴിഞ്ഞപ്പോൾ അതിനുശേഷം വലിയൊരു സംവാദത്തിനു വേണ്ടിയുള്ള വെല്ലുവിളിയുണ്ടായി. അങ്ങനെ ഉണ്ടായതായിരുന്നു കൊട്ടപ്പുറം സംവാദം എന്ന പേരിൽ അറിയപ്പെട്ട വലിയ സംവാദം. 1983 കാലത്ത് ആ സംവാദം നടന്നപ്പോൾ മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് ഏത് ചോദ്യങ്ങളെയും സ്വീകരിക്കുകയും അർത്ഥവത്തായ മറുപടിയിലൂടെ മൗലവിമാർക്ക് ഒന്നും പറയാൻ കഴിയാതെ അവസാനം ശിർക്കിന്റെ തരീഫ് പോലും പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന രംഗം ലക്ഷങ്ങൾ പങ്കെടുത്ത സദസ്സിൽ എല്ലാവരും കണ്ടതും അനുഭവിച്ചതുമാണ്. അതോടുകൂടി ഉസ്താദ് അവറുകളുടെ വളർച്ചയിലും ഉയർച്ചയിലും പലർക്കും അസൂയ ഉണ്ടാവുകയും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഈ AP അബൂബക്കർ മുസ്ലിയാരെ സമസ്തയിൽ നിന്നും SYS നിന്നുമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുകയും പല നിലക്കും പല കളറിലും അവർ രംഗത്ത് വരികയും പിന്നിലൂടെ ചരട് വലിക്കുകയും ചെയ്തുകൊണ്ട് ഫിത്നക്ക് ആക്കം കൂട്ടുകയുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകളും വളരെ ഒന്നായി ഒരേ ശക്തിയായി വളരെ നന്നായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. ചുരുക്കി പറയുന്നു, അന്ന് ഉസ്താദ് അവറുകളുടെ പേരിൽ ഒരാരോപണം വെറുതെ വലിച്ചുണ്ടാക്കി. അതാണ് മഷ്ഹൂറായ അരീക്കാട് പള്ളി പ്രശ്നം. അന്നും ഒരു പള്ളി പ്രശ്നമാണ്, ഇന്നും ഒരു പള്ളി പ്രശ്നം തന്നെയാണ്. സുഹൃത്തുക്കളെ, അന്നത്തെ പ്രശ്നം 5 ലക്ഷം ഉറുപ്പിക മുക്കി എന്നായിരുന്നു. മുക്കിയിട്ടില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ കൂടിയാൽ അങ്ങനെയാണല്ലോ. ഏതായിരുന്നാലും ശരി, അന്ന് വിവാദമുണ്ടായപ്പോൾ ആ വിവാദത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് നിരപരാധിയാണെന്നും ഉസ്താദ് അവറുകൾ വളർന്നു വരുന്നതിലുള്ള അസൂയയാണ് അതിന്റെ പിന്നിലെന്നും വളരെ ബുദ്ധിയുള്ള EK അബൂബക്കർ മുസ്ലിയാർ അവറുകൾ മനസ്സിലാക്കുകയും അതിനാൽ ആ സന്ദർഭത്തിൽ ഉസ്താദ് അവറുകൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി ശംസുൽ EK അബൂബക്കർ മുസ്ലിയാർ കാത്തിരിക്കുകയും ചെയ്തത് ഞാനിന്നും ഓർമ്മിച്ചെടുക്കുകയാണ്. കാരണം ഈ ചെറുപ്പക്കാരനായ, അന്നത്തെ ചെറുപ്പക്കാരൻ എന്നല്ല, ചെറുപ്പക്കാരനായ AP അബൂബക്കർ മുസ്ലിയാർ പിൽക്കാലത്ത് എനിക്ക് പകരം സമസ്തയെ നിയന്ത്രിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടതാണെന്ന അങ്ങേയറ്റത്തെ ഉൾക്കാഴ്ചയും ദൂരക്കാഴ്ചയുമായിരുന്നു EK അബൂബക്കർ മുസ്ലിയാരെ അന്ന് സ്വീകരണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, ആ സന്ദർഭത്തിലായിരുന്നു വലിയ ചർച്ചകളും കമ്മിറ്റികളുമൊക്കെ രൂപം കൊടുത്ത് പല വികാസങ്ങളും ഉണ്ടായി. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും അതിന്റെ അവസാന നിമിഷം ബഹുമാനപ്പെട്ട മൗലാന കണ്യത്ത് ഉസ്താദ് അവറുകൾ, മഹാനവറുകൾ എല്ലാവർക്കും അറിയാം, വളരെയേറെ സൂക്ഷ്മതയോടെ ശരീഅത്തിന്റെ നിയമം പാലിച്ച് ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു മഹാനായിരുന്നു കണ്യത്ത് ഉസ്താദ് അവറുകൾ. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവറുകൾ സാധാരണ നിലക്ക് സമസ്തയുടെ മുശാവറയിൽ അധ്യക്ഷം വയ്ക്കാൻ വരാറില്ല. പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഉസ്താദ് അവറുകളെ കൊണ്ടുവരലും അധ്യക്ഷം വഹിപ്പിക്കലും ഉള്ളൂ എന്നതാണ് വസ്തുത. പകരം അന്ന് തന്നെ സമസ്തയുടെ പിൻഗാമിയായി ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അവറുകളും EK ഉസ്താദ് അവറുകളൊക്കെ കണ്ടുവച്ചിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങളായിരുന്നു സമസ്തയുടെ മുഴുവൻ മുശാവറകളിലും അധ്യക്ഷം വഹിക്കാറുള്ളതും പ്രാർത്ഥിക്കാറുള്ളതും മിനിറ്റ്സിൽ ഒപ്പുവെക്കാറുള്ളതും. അങ്ങനെ കണ്യത്ത് ഉസ്താദ് അവറുകൾ അത്യാവശ്യത്തിന് മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാറുള്ളൂ. അതിനിടയിൽ മഹാനായ കണ്യത്ത് ഉസ്താദ് അവറുകളെ EK ഉസ്താദ് അവറുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അങ്ങനെ സമസ്തയുടെ മീറ്റിംഗിൽ കണ്യത്ത് ഉസ്താദ് അവറുകൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് AP വക്കീലാണ്, അമീനാണ്, വക്കീൽ അമീനാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് അന്ന് കണ്യത്ത് ഉസ്താദ് അവറുകൾ സ്പെഷ്യലായി വന്ന് തീരുമാനമെടുത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മോമിനീങ്ങൾക്കും ആലിമീങ്ങൾക്കും AP അമീനായ വക്കീലാണ് എന്ന് കണ്യത്ത് ഉസ്താദ് അവറുകൾ മുശാവറയിൽ പ്രഖ്യാപിക്കുകയും അങ്ങനെ തീരുമാനം ഒപ്പിട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ അങ്ങനെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയില്ലെന്നും EK അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ
പരിപൂർണ പിന്തുണ ഉസ്താദിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ഉണ്ടെന്നും ബോധ്യപ്പെട്ട ഫിത്നക്കാർ, ആ ഫിത്നക്കാർ പിന്നീട് SYS എന്ന സംഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ നടത്തി. അങ്ങനെയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന മറ്റൊരു സംഘടന അതിനിടയിൽ രൂപപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ സമസ്ത കേരള സുന്നി സംഘം ഉള്ളപ്പോൾ മറ്റൊരു സംഘടന അങ്ങനെ രൂപീകരിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് ഏത് വ്യക്തികൾക്കും അറിയാം. പക്ഷേ കൊന്തറൻ പല്ലുകളായി ഉണ്ടാകുന്ന അത്തരം വസ്തുക്കൾ അത് അസിലിന് കേടുവരുത്തും എന്നതിൽ സംശയം ഇല്ലല്ലോ. അതുപോലെ പുള്ളൂടി എന്ന പേരിൽ മാവിന്റെ മേലെ മുളച്ചുയരുന്ന വസ്തുക്കൾ മാവിനെ നശിപ്പിക്കും എന്നതിൽ സംശയം ഇല്ലല്ലോ. ഇതുപോലൊരു സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുകയുണ്ടായി. അക്കാരണത്താൽ കേരളത്തിലെ ഏറ്റവും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ല SYS എന്ന വിഷയം തന്നെ നിർജീവമായി പോവുകയും സുന്നി മഹല്ല് ഫെഡറേഷൻ ജീവിച്ചു വരാൻ വേണ്ടി തുടങ്ങുകയും SYS എന്ന സമസ്തയുടെ ഔദ്യോഗിക ഘടകം നശിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചരിത്രപരമായി നാം ഓർക്കേണ്ടതുണ്ട്. കേരളത്തിൽ അന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘടന രണ്ട് ചേരിയായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്രയോ ഡസൻ കണക്കിന് പാർട്ടികൾ, ഈർക്കിലി പാർട്ടികളും അല്ലാത്ത പാർട്ടികളും ഒക്കെ ഉണ്ട്. അന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘടനയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ടായി പിരിയുകയും അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്നൊരു ഭാഗവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു ഭാഗവും നടന്നപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ബഹുഭൂരിപക്ഷവും ഈ പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നവരായതിനാൽ അതിന്റെ പേരിൽ ഓരോ വാളിന്റെ സദസ്സിലും ഓരോ ഉദ്ഘാടന സദസ്സിലും ഈ മുസ്ലിംകൾക്കിടയിൽ അനൈക്യം മതരംഗത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ഒരു മദ്രസയുടെ വാർഷികം നടക്കുമ്പോൾ ഒരു സംഘടനയിൽപ്പെട്ട ഒരു മഹാനായ സയ്യിദ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, മറ്റേ സംഘടനയിൽപ്പെട്ട ഒരു മഹാനായ സയ്യിദ് എത്തിയിട്ടില്ല. അദ്ദേഹം വരുന്നുണ്ട്, വഴിക്കെത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ എൻ്റെ നാട്ടിൽ കുഴപ്പമായി. കാരണം മറ്റേ തങ്ങൾ എത്താതെ ഇത്തങ്ങൾ എത്തിയത് കൊണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത്. അങ്ങനെ മുസ്ലിംകൾക്കിടയിൽ മതരംഗത്ത്, അതായത് രാഷ്ട്രീയം മതത്തിലേക്ക് കയറി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. തീരെ രാഷ്ട്രീയം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഇസ്തിരിപ്പെട്ടി നല്ല സാധനമാണ്. ചുളി തീർത്തുകൊണ്ട് നമ്മളെ കുപ്പായമൊക്കെ തേച്ചാൽ, തലക്കെട്ടൊക്കെ തേച്ചാൽ വളരെ നല്ല സാധനമാണ് ഇസ്തിരിപ്പെട്ടി, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഉമ്മാമയുടെ മുഖത്തിന്റെ ചുളി നീർക്കണം എന്ന് മനസ്സിലാക്കിയാൽ ഉമ്മാമാക്ക് മുഖം ഉണ്ടാവുകയില്ല. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ അത് റോഡ് നിർമ്മിക്കുന്നതിനും പാലം നിർമ്മിക്കുന്നതിനൊക്കെ നല്ലതാണ്. അതേസമയത്ത് അത് ഇസ്ലാമിന്റെ മതപരമായ വിഷയങ്ങളിലേക്ക് ഇടപെട്ട് രാഷ്ട്രീയ പാർട്ടികൾ മതത്തെ നിയന്ത്രിക്കാനും പണ്ഡിതന്മാരെ നിയന്ത്രിക്കാനും ഇറങ്ങിയാൽ ഉമ്മാമാന്റെ ചുളിഞ്ഞ മുഖം ഈ ഇസ്തിരിപ്പെട്ടി കൊണ്ട് നന്നാക്കാമെന്ന് ധരിക്കുന്നത് പോലെയാണ്. ഒരിക്കലും തന്നെ ആ ഉമ്മാമന്റെ മുഖം കൂടി നഷ്ടപ്പെടുക എന്നല്ലാതെ വാസ്തവത്തിൽ കുപ്പായത്തിന്റെ ചുളി നീരുന്നത് പോലെ ഇത് നീരുകയില്ല. അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിക്കാർ മതരംഗത്തേക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, രണ്ട് ഈ ലീഗുകൾ ഉണ്ടായിരുന്ന സന്ദർഭമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും SYSന്റെ പ്രവർത്തനരംഗത്ത് വളരെയേറെ പ്രയാസപ്പെടേണ്ടി വന്നു. ഫറൂഖിൽ നടന്ന സമ്മേളനത്തിലും മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിലുമൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ സമ്മേളനങ്ങളിലൊക്കെ രണ്ട് സയ്യിദന്മാർ രണ്ട് സംഘടനയിൽ നിൽക്കുമ്പോൾ ഒരു സയ്യിദ് വരുന്നു, ഒരു സയ്യിദ് വരുന്നില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ നേതാക്കൾ വിഷമിച്ച വിഷമം ചെറുതല്ല. ചില സ്ഥലത്ത് രണ്ട് സയ്യിദന്മാരെയും ഒഴിവാക്കിയും ചില സ്ഥലത്ത് ഒരു സയ്യിദ് വന്നാൽ കുഴപ്പമുണ്ടായും ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും രാഷ്ട്രീയത്തിലുള്ള ഭിന്നത മതത്തിന്റെ പ്രവർത്തനങ്ങളിലും കൂടി കയറി വന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ വിള്ളലുണ്ടാകാൻ അന്ന് കാരണമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനിടയിൽ സുന്നത്ത് ജമാഅത്തിനെതിരായി ചില പ്രഖ്യാപനങ്ങൾ ചില രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുണ്ടായി. അതിൽപ്പെട്ട ഒന്നായിരുന്നു പുളിക്കലിലെ സ്റ്റേജിൽ വെച്ച് ഒരു MLA എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് ഇവിടെ പുളിക്കലിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഒരു MLAയും അള്ളാഹു പഠിച്ചിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഒരു MLA എന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ ഞാൻ സുന്നികൾക്കെതിരെ പോരാടുമെന്ന് ഇവിടെ പുളിക്കലിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് അങ്ങനെ പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഒരു MLAയും അള്ളാഹു പഠിച്ചിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ ശാസ്ത്രീയമായ പുസ്തകങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ പോലും അവസാന കാലത്ത് മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ മസ്ലഹത്താകാം,
വിദ്യാഭ്യാസ ബോർഡ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തന്നെ മതി, പുസ്തകം സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റേതാക്കാം എന്ന് പറഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു MLA പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ശംസുൽ മൈക്കി അബൂബക്കർ മുസ്ലിയാരും ശേഷം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും ശേഷം EK ഹസൻ മുസ്ലിയാരും ഒക്കെ ആ പ്രഖ്യാപനത്തിനെതിരെ ശക്തിയായി ഗർജിക്കുകയുണ്ടായി. അതിന്റെ ശേഷം സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരല്ലാത്തവർ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിന് നിന്നാൽ അവരെ ഞങ്ങൾ അതാ മുഖം നോക്കാതെ പരാജയപ്പെടുത്തുമെന്ന് വരെ ശംസുൽ മൈക്കി അബൂബക്കർ മുസ്ലിയാർ അന്ന് പ്രഖ്യാപിക്കുകയും അത് സദസ്സ് തക്ബീറോടുകൂടി സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി പൊട്ടിമുളക്കുന്നതായി അറിയാൻ സാധിച്ചു. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി ഉണ്ടായിരുന്നത് ഒരു മുസ്ലിയാരായിരുന്നു. ഞാനിപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയതുകൊണ്ട് പേര് പറയുന്നില്ല. പ്രസിഡന്റായി ഒരു മുസ്ലിയാരായിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹം രാജിവെച്ചു എന്നാണ് പിന്നീട് ഒരു വാർത്ത കണ്ടത്. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ആ സംഘടനയുടെ ഉപദേശക സമിതി ചെയർമാൻ EK അബൂബക്കർ മുസ്ലിയാരാണെന്ന് ചില പത്രങ്ങളിൽ ഞാൻ വായിച്ചിരുന്നു. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും EK അബൂബക്കർ മുസ്ലിയാരുടെ പേരിലും ഉസ്താദ് അവറുകളുടെ പേരിലും പല ആരോപണങ്ങളും അന്ന് പലരും തൊടുത്തുവിട്ടിരുന്നു എന്നതിന് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. EK അബൂബക്കർ മുസ്ലിയാർ അവറുകളും AP ഉസ്താദ് അവറുകളും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ 1985 സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം നടന്നു. അത് അരീക്കാട് പള്ളി പ്രശ്നം എന്ന് പറയുന്ന പ്രശ്നം വലിച്ചിട്ടതിന് ശേഷമായിരുന്നു. ആ സമ്മേളനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയത് പ്രധാനമായും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ തന്നെയായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല. ആ സമ്മേളനത്തിൽ ചിലർ പങ്കെടുക്കുമെന്നും പങ്കെടുക്കുകയില്ലെന്നുമൊക്കെ പല അഭ്യൂഹങ്ങളും വന്നിരുന്നുവെങ്കിലും എന്നല്ല ഞാൻ ഓർക്കുന്നു. ഞാനൊരു SSF-കാരനാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ ഒരു സമ്മേളനം അതിന്റെ തൊട്ടടുത്തൊരു ദിവസം ഉണ്ടായപ്പോൾ സംഘടനാ രംഗത്ത് പലരും എന്നോട് തന്നെ ചോദിച്ചിരുന്നു, സമസ്തയുടെ സമ്മേളനത്തിന്റെ തൊട്ടടുത്ത് മുമ്പ് എന്താണ് ഒരു സമ്മേളനം? അന്ന് ഞങ്ങളൊക്കെ മറുപടി പറഞ്ഞത് സമസ്തയുടെ ഒരു പ്രചരണ സമ്മേളനമായി അതിനെ കണ്ടാൽ മതി എന്നായിരുന്നു. ഏതായിരുന്നാലും ആ സമ്മേളനത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഒത്തൊരുമിച്ച് പങ്കെടുത്തതിനാൽ സുന്നികൾ വളരെയേറെ സന്തോഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ അറബിക്കടലിൽ താഴ്ത്തുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം വളരെ കൃത്യമായി സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ AP ഉസ്താദ് അവറുകളെയും EK ഉസ്താദ് അവറുകളെയും ഒന്ന് തെറ്റിച്ചാൽ മാത്രമേ സമസ്തയെയും സുന്നിയെയും തകർക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ഫിത്ന കമ്പനികൾ അവർ ശക്തമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. അതിനിടയിൽ കേരളത്തിൽ ഒരു വിവാദമുണ്ടായി. ആ വിവാദമാണ് ശരീഅത്ത് വിവാദം എന്ന് അറിയപ്പെടുന്നത്. ശരീഅത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട പലരും ശക്തിയായി സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റ് ശരീഅത്തിന്റെ മഹത്വം എല്ലാവരെയും പഠിപ്പിച്ചപ്പോൾ EMS നമ്പൂതിരിപ്പാട് അടക്കം അവസാനം ശരീഅത്ത് പിടിയില്ല എന്ന് പറയുന്ന സന്ദർഭമുണ്ടായി. ആ പത്രക്കട്ടിങ് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ശരീഅത്തിന് വേണ്ടി പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ആ സന്ദർഭത്തിൽ 2 ലീഗുകൾ യോജിക്കുകയുണ്ടായി. ലീഗിന്റെ യോജിപ്പോടുകൂടി നമ്മളൊക്കെ വളരെയേറെ സന്തോഷിച്ചിരുന്നു. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനരംഗത്ത് നല്ലൊരു സാഹചര്യം വരുമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട EK ഉസ്താദ് അവറുകൾ കണ്ണൂരിൽ ഒരു യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിന്റെ സദസ്സിൽ പങ്കെടുത്തവനാണ് ഞാൻ. അന്ന് EK ഉസ്താദ് അവറുകൾ അവിടുന്ന് പ്രഖ്യാപനം നടത്തി. മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാകണം എന്നായിരുന്നു EK ഉസ്താദ് അവറുകൾ പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ തന്നെ വന്ന റിപ്പോർട്ട് മുസ്ലിം ലീഗ് ഓഫീസുകളെല്ലാം സുന്നി ഓഫീസുകളാണ് എന്നായിരുന്നു. അത് സുന്നി സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അങ്ങനെ ആകണം എന്നാണ് EK പറഞ്ഞത്, ആണ് എന്നാണ് പത്രത്തിൽ വന്നത്. അങ്ങനെ പിന്നീടുണ്ടായ പല പത്രവാർത്തകളും പരസ്പരം തെറ്റിക്കാനും സുന്നികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും സാഹചര്യമുണ്ടാക്കുന്ന വിധത്തിലായിരുന്നു. മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ഒരു വിധത്തിൽ ഒന്നുകിൽ സിഹിർ കൊണ്ടോ അല്ലെങ്കിൽ ഫിത്നയും ഫസാദും പറഞ്ഞുകൊണ്ടോ മഹാനായ കാന്തപുരം ഉസ്താദുമായി അകറ്റാനുള്ള തീവ്രമായ ശ്രമം ഒരു ഭാഗത്ത് നടന്നു. അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അങ്ങനെ ആ തീവ്രമായ ശ്രമം അതിൽ പങ്കെടുത്ത പലരും ഉണ്ടാകാം. അവരൊക്കെ ആഖിറത്തിൽ വെച്ച് ചിലതെല്ലാം അവരനുഭവിക്കേണ്ടി വന്നേക്കും, അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ. മറ്റൊരു ഭാഗം പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ പലരും അനുഭവിച്ചവരും ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അങ്ങനെ വ്യക്തികളെ പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം നമുക്കൊക്കെ അറിയാം. സമസ്ത ഒന്നായിട്ടുള്ള കാലമാണ്, സമസ്ത പിളർന്നിട്ടൊന്നുമില്ല. അന്നാണ്
ഉസ്താദ് അവറുകൾ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിന്, അഥവാ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായ AP ഉസ്താദ് അവറുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി സമസ്തയുടെ കോളേജിൽ നിന്നൊരു മുത്തഅല്ലിമ് പോയതിനാൽ ആ മുത്തഅല്ലിമിനെ ആ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതെന്ത് സംഘടനാ ശാസ്ത്രമാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി പ്രസംഗിക്കുന്ന ഒരു വേദി, അത് കേൾക്കാൻ പോയതിനാൽ ഒരു മുത്തഅല്ലിമിനെ പുറത്താക്കപ്പെട്ടു. എന്നല്ല, അതിനുശേഷം പിന്നെ പലരെയും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ആ പുറത്താക്കപ്പെട്ട ആളുകളൊക്കെ മർക്കസിൽ അഭയം തേടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ അന്ന് എവിടെയുണ്ട്. ഉസ്താദ് അവറുകൾ പറഞ്ഞത്, ഞങ്ങൾ ഒരേ ഒരു സമസ്തയാണ്, അതുകൊണ്ട് ആ സ്ഥാപനത്തിന് പുറത്താക്കപ്പെട്ടവരെ ഇവിടെ എടുക്കുക എന്നത് ഒരു സംഘടനാ ശാസ്ത്രം എന്ന നിലയ്ക്ക് ശരിയല്ലാത്തതിനാൽ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ മാന്യതയായിരുന്നു ഉസ്താദ് അവറുകൾ അന്ന് കാണിച്ചത് എന്ന് അനുഭവത്തിൽ അറിഞ്ഞവനാണ് ഞാൻ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന കുറെ വിഷയങ്ങളുണ്ടായി. എന്തോ സിഹറിൽപ്പെട്ടതിന്റെ പേരിലോ ഫിത്നയുടെ പേരിലോ എന്നറിയില്ല, ചില പ്രസംഗങ്ങളൊക്കെ കാട് കയറിയിരുന്നു. തറാവീഹി 8 20 എന്നതല്ല പ്രശ്നം, കൈ എവിടെ കെട്ടിയാൽ എന്താണ് എന്നൊക്കെ പറയുന്ന ചില പ്രസംഗങ്ങൾ ഉത്തരവാദിപ്പെട്ട ചില ആളുകളിൽ നിന്ന് തന്നെ കേൾക്കേണ്ട ദൗർഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഏതായിരുന്നാലും അത്തരം ഒരു സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായ പല സംഭവങ്ങളുമുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ ചൂട്ടുന്നില്ല. മലപ്പുറത്ത് നടന്നൊരു സമ്മേളനത്തിൽ സുവനീറിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നബിദിന യോഗത്തിന്റെ ഒരു റിപ്പോർട്ടും ഒരു മുസ്ലിം പത്രത്തിൽ കൊടുക്കുകയില്ലെന്നൊരു തീരുമാനമുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട മർഹൂം ബഷീർ മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ നേതാക്കൾ പോയി ആവശ്യപ്പെട്ടപ്പോൾ അതിന് ധിക്കാരപരമായ മറുപടിയായിരുന്നു ഓഫീസിൽ നിന്ന് ലഭിച്ചിരുന്നത്. അതിന്റെ ഒരു കാരണത്താലാണ് സിറാജ് ദിനപത്രം എന്ന ഒരു പത്രം ആരംഭിക്കാൻ നമ്മുടെ നേതൃത്വത്തിന് പ്രചോദനമുണ്ടായതെന്നും ആ പത്രം ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം കോട്ടുമല ഉസ്താദ് അവറുകൾ അടക്കം പങ്കെടുത്തിട്ടുണ്ടെന്നും ഉള്ളത് സുന്നി വികാരത്തിന്റെ പേരിലാണ് സിറാജ് പത്രം ഉണ്ടായത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. കോട്ടുമല സാഹിബ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മെ ഒരു നിലക്കും നമ്മുടെ പ്രസ്ഥാനത്തെ ഉയരാൻ വിടില്ല എന്ന നിലക്ക് നബിദിനത്തിന്റെ റിപ്പോർട്ട് പോലും പത്രത്തിൽ കൊടുക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ അത്തരം ചില വിഷയങ്ങൾ പരാമർശിക്കുന്ന ചില ലേഖനം ഇവിടെ മലപ്പുറം ജില്ലാ SYS സമ്മേളനത്തിന്റെ സുവനീറിൽ വന്നപ്പോൾ പെട്ടെന്ന് സുവനീർ കാണാതെയായിപ്പോയി. പിന്നീട് സുവനീർ മഷി തേച്ചിട്ട് പുറത്തിറങ്ങി. അതൊക്കെ ഇപ്പോഴും എന്റെ ഓർമ്മയിൽ വരികയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ സംഭവങ്ങൾ പലതും നടന്നു. കൂട്ടത്തിൽ ഒരു 2-3 ഫൈസികൾ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് SYS ശക്തിപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ പരിശ്രമിച്ചിരുന്നു. ആ ഫൈസികളിൽ ചിലർ സമസ്തയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അദബുകേടായ ചില ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ആ അദബുകേടായ ലേഖനങ്ങൾ അത് വന്നിരുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നുവെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, ഉസ്താദ് അടക്കം ഉള്ളാൾ തങ്ങളടക്കമുള്ള മുഴുവൻ ആലിമീങ്ങളെയും ആണല്ലോ ആ ഫൈസി ആക്ഷേപിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഗുരുത്തക്കേടായിരിക്കാം അദ്ദേഹത്തിന് നമ്മുടെ കൂടെ കൂടുതൽ കാലം ഇരിക്കാൻ ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇത് കൂടുതൽ തീവ്രത കാണിച്ച് അദബുകേട് സംസാരിക്കുന്ന പലരും സംഘടനയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കാണാറുള്ളത്. അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ലീഗുകൾ തമ്മിൽ യോജിച്ചുവെങ്കിലും അതിനേക്കാൾ വലിയൊരു ഭിന്നിപ്പിനാണ് പിന്നീട് നാം സാക്ഷിയാകേണ്ടി വന്നത്. സമസ്തയുടെ മുശാവറ ചേർന്നപ്പോൾ ശരീഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകളെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ AP ഉസ്താദ് അവറുകളെയും മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ്. അങ്ങനെ 3 പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു. പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൽ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർന്നിരുന്നു. ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാർ, ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പുറമെ ആ മീറ്റിംഗിൽ വെച്ച് 3 തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന്
പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി. ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരനുഭവം ആയിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു യോഗത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അകന്നു നിൽക്കണമെന്നും അവർക്ക് സലാം ചൊല്ലുന്ന സ്ഥലത്ത് ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് അത് നീക്കം ചെയ്യണമെന്നൊരു വാദം വന്നു. അപ്പോൾ പിന്നെ അത് നീക്കം ചെയ്യുന്നത് ശരിയില്ലെന്നും അതും ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ ഈ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് താജുൽ ഉള്ളാൽ തങ്ങൾ ഉന്നയിച്ചു. അവസാനം എന്നാൽ തന്നെ പുസ്തകം തന്നെ മാറ്റിക്കളയാം എന്നൊരു അഭിപ്രായം അപ്പുറത്ത് നിന്നുണ്ടായി. അതും രൂക്ഷമായ ഭിന്നതയ്ക്ക് കാരണമായി. അവിടുന്ന് പിന്നീട് ഓരോ സ്റ്റേജുകളും പിന്നീട് വിമർശനങ്ങളും അതുപോലെ SYS-നെതിരായി നീങ്ങുന്ന വാചകങ്ങളും ഉണ്ടായി. SSF അന്ന് ഒന്നിലും ഭാഗവാക്കായിട്ടില്ലെങ്കിലും SSF-നെയും കൂടി നശിപ്പിക്കുന്ന വിധത്തിലാണ് അന്നത്തെ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ ഉണ്ടായതായി ഞാൻ ഓർമ്മിക്കുന്നത്. ചുരുക്കി പറയുന്നു, പിന്നീട് നമ്മുടെ സംഘടനാ രംഗം നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത വിധം അത്രയും വളരെയേറെ മാനസികമായി വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. SYS-ന്റെ ശക്തി അത് നിലനിർത്തൽ ആവശ്യമാണെന്ന നിലക്ക് SYS-ന്റെ നേതാക്കൾ സമ്മേളനം തീരുമാനിച്ചിരുന്നു എറണാകുളത്ത്. ആ സമ്മേളനം സമസ്തയുടെ ഔദ്യോഗിക ഇടം നടത്തുന്ന സമ്മേളനം അത് വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് പകരം അതിനെ തടയിടാൻ വേണ്ടി ഒരു മധ്യ കേരള സുന്നി സമ്മേളനം എന്ന പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊന്തറമ്പല്ലി ഉണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം മരണപ്പെട്ടുപോയി. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ സമ്മേളനം നിശ്ചയിച്ചപ്പോൾ സ്വാഭാവികമായി ഒരു സംഘടനാ ശാസ്ത്രം അനുസരിച്ച് സമസ്തയുടെ നേതാക്കൾ യോഗം ചേർന്ന് സംഘടനയുടെ ഔദ്യോഗിക ഘടകത്തിന്റെ സമ്മേളനം നടക്കട്ടെ എന്നും അല്ലാത്തത് ഉണ്ടാക്കി ഫിത്തന ഉണ്ടാക്കരുതെന്നും പറയുന്നതിന് പകരം അവിടെ പിന്നീട് അതൊരു വലിയ വിഷയമാക്കിയെടുത്ത് അതിനും കൂടി ഒരു അംഗീകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് നടന്നത്. ചുരുക്കി പറയുന്നു, സമ്മേളനം നടത്താൻ തന്നെ മഹാനായ CM വലിയുല്ലാഹിയെ പോലുള്ള മഹാന്മാർ ഉപദേശിച്ചതനുസരിച്ച് SYS അതിന്റെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങി. ആ സന്ദർഭത്തിൽ ഒരു മുശാവറ ചേർന്നു. ആ മുശാവറയിൽ സമസ്തയിൽ നേരത്തെ മെമ്പർമാരല്ലാത്തവരും അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമുള്ളവരും വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പുറത്തു നിൽക്കുന്നതോടുകൂടി തന്നെ അവരെ പരിഗണിക്കാതെ കുറെ ആളുകളെ പെട്ടെന്ന് മുശാവറയിലേക്ക് എടുത്ത് ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു മുശാവറ നടക്കുകയുണ്ടായി. ശേഷം മുശാവറ ചേർന്ന് SYS പിരിച്ചുവിടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനായിരുന്ന TC മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, പാണക്കാട് മുക്കോയ തങ്ങളും ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരൊക്കെ പ്രവർത്തിച്ച EKS മുസ്ലിയാർ പ്രവർത്തിച്ച ഒരു മഹത്തായ സംഘടന അത് പിരിച്ചുവിടുക എന്നത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്ക് സമസ്തയുടെ യോഗത്തിന് ഒരു സ്റ്റേ വാങ്ങാൻ വേണ്ടി TC മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ പോവുകയുണ്ടായി. മഹാനവറുകൾ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് അവറുകളെ പ്രതി ചേർക്കാതെയായിരുന്നു ആ കേസ് കൊടുത്തത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. അതിമേ ഉസ്താദ് അവറുകൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. സമസ്തയുടെ ആ SYS പിരിച്ചുവിടാൻ വേണ്ടി ചേരുന്ന യോഗം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി. ആ സ്റ്റേ നടന്നപ്പോൾ പിന്നെ അത് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി വക്കീലിനെ നിശ്ചയിച്ചു. വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം അന്നൊരു മുശാവറയാണ്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിക്കണ്ണിയായി വളർത്തിയെടുത്ത സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഭരണഘടന വായിച്ച് അംഗീകാരം കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. SYS അതിന്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് സമ്മേളനമടക്കം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രൂപമുണ്ടാക്കുകയും അതേസമയത്ത് സുന്നി മഹല്ല് ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമയം വെക്കറ്റ് ചെയ്ത റിപ്പോർട്ട് കിട്ടുന്നത് വരെ നീക്കിക്കൊണ്ടുപോയി. അന്ന് AP ഉസ്താദ് അടക്കം ഉള്ള തങ്ങൾക്ക് എല്ലാവരും സമസ്തയുടെ യോഗത്തിലുണ്ട്. ആ യോഗത്തിൽ സമസ്തയുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനറൽ സെക്രട്ടറിയെ എല്ലാവരും ഒത്തൊരുമിച്ച് അധികാരപ്പെടുത്തി. അതിലൊന്നും തർക്കമുണ്ടായിട്ടില്ല. അത് അധികാരപ്പെടുത്തി കഴിഞ്ഞപ്പോ AP ഉസ്താദ് നിബന്ധന പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സമസ്തയുടെ ഇന്ന് വരെയുള്ള മിനിറ്റ്സും തീരുമാനവും അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല, കേസ് പൂർണ്ണമായി സമസ്ത ഏറ്റെടുത്ത് നടത്തണം എന്നാണ്. അപ്പൊ ഒരു കൂട്ടർ അത് പറ്റൂല, സമസ്തയുടെ മിനിറ്റ്സിലും തീരുമാനത്തിലും എന്ത് മാറ്റം വരുത്താനും EK ഉസ്താദ് അവറുകൾക്ക് അനുമതി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അനുമതി കൊടുത്താൽ പിന്നെ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ തീരുമാനിച്ച തീരുമാനങ്ങൾ മാറ്റാൻ അത് അംഗീകാരം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ മുശാവറയിൽ ചേരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോ എന്നാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞു. താജുൽ ഉള്ളാൽ തങ്ങളുടെ ഭൂരിപക്ഷം അനുസരിച്ചും ഹക്കിനെതിരായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, അതല്ല ഞങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോ തങ്ങളവറുകളും ഉസ്താദ് അവറുകളും MA ഉസ്താദൊക്കെ പറഞ്ഞു, എന്നാൽ ഇത്ര ആളുകളുടെ
എതിർപ്പോടുകൂടി എന്ന് അവിടെ രേഖപ്പെടുത്തണം. അങ്ങനെയും രേഖപ്പെടുത്തൂല എന്ന് പറയും. ഞങ്ങൾ എതിർപ്പോടുകൂടി എന്നും രേഖപ്പെടുത്തൂല. പഴയകാല മിൻസുകളും തീരുമാനങ്ങളും എന്ത് മാറ്റം വരുത്താനും ജനറൽ സെക്രട്ടറിക്ക് അധികാരം കൊടുക്കണത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സധൈര്യം മഹാനായ താജുൽ മൗലാൽ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു. തങ്ങളവറുകളോട് കൂടെ 11 ആളുകൾ എഴുന്നേറ്റു, ഇറങ്ങിപ്പോയി. പിന്നെ അത് എത്രയായി എന്നുള്ള എണ്ണത്തിനെ സംബന്ധിച്ചുള്ള ഖിലാഫിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. 11 ആളുകൾ ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഒരു പത്രത്തിൽ വന്ന വാർത്ത സമസ്ത 6 പേരെ നീക്കി എന്നായിരുന്നു. ഇറങ്ങിപ്പോയതാണ് സംഭവമെങ്കിലും സമസ്ത 6 പേരെ നീക്കി എന്നായിരുന്നു അന്ന് റിപ്പോർട്ടിൽ വന്ന് ഞാൻ അതിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചുരുക്കി പറയുന്നു, അങ്ങനെ സമസ്തയുടെ ആ യോഗത്തിൽ നിന്ന് നമ്മുടെ നേതാക്കൾ ഇറങ്ങിപ്പോയതിനു ശേഷം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും AP അഹമ്മദ് മുസ്ലിയാരും ഒക്കെ വരച്ചു കാണിച്ചു തന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തെ പെരുവഴിയിലിടാൻ പറ്റില്ലല്ലോ എന്ന നിലക്ക് അവർ ഉടനെ തന്നെ വൈസ് പ്രസിഡന്റായ താജുൽ ഉലമയുടെ അധ്യക്ഷതയിൽ ജോയിന്റ് സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ ജനറൽ ബോഡി യോഗം വിളിച്ചു. ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് സമസ്തയുടെ പ്രസിഡന്റായി താജുൽ ഉലമ ഉള്ളാൾ തങ്ങളവറുകളെയും ജനറൽ സെക്രട്ടറിയായി കാന്തപുരം ഉസ്താദ് അവറുകളെയും തെരഞ്ഞെടുത്ത് സമസ്തയുടെ പ്രവർത്തനം ഒരൽപ്പവും പിന്നോട്ട് പോകാതെ മുമ്പുള്ളതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെയാണ് മഹാനായ താജുൽ ഉലമയുടെ കയ്യിലും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കയ്യിലും സമസ്തയുടെ നേതൃത്വം വന്നിട്ടുള്ളത് എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. പിന്നെ ഉണ്ടായ സംഭവവികാസങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏകദേശം ആളുകൾക്കും അതെല്ലാം അറിയാവുന്നതാണ്. ഒരു മുബാഹല നടന്നു. മുബാഹല നടന്നത് കൊടിയത്തൂരാണ്. സുന്നി, മുജാഹിദ്, ജമാഅത്ത് എല്ലാവരും കൂടി കൂട്ടായിട്ടൊരു മുബാഹല. ആ മുബാഹല നടക്കുമ്പോൾ മഹാനായ താജുൽ ഉലമയുടെയും ഉസ്താദുകളുടെയും പ്രസ്താവന ഒന്നും ഞാൻ സൂക്ഷിച്ചു. മാതൃഭൂമിയിൽ പ്രസ്താവന. ആ മുബാഹലയുമായി മുസ്ലിമിയക്ക് ബന്ധമില്ല, പണ്ഡിതന്മാർക്ക് ബന്ധമില്ല. ഞാൻ ആലോചിക്കുകയാണ്, അന്നെങ്ങാനും ഇറങ്ങിപ്പോന്ന് ആ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? കാരണം 6 മാസമാണ് അള്ളാഹുവിന് അവധി കൊടുത്തിരുന്നത്. അതായത് കാദിയാനികളല്ലാത്തവരും തമ്മിൽ ഒരു മുബാഹല, ശാപപ്രാർത്ഥന. ആ ശാപപ്രാർത്ഥനയ്ക്ക് 6 മാസത്തിനിടയിൽ ഏതെങ്കിലും ഒരു കക്ഷികൾക്ക് പടച്ചവനൊരു മുസീബത്ത് ഇറക്കുമെന്നായിരുന്നു അന്ന് പത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അന്ന് ഈ സുന്നി മുജാഹിദ് മുന്നണി അനുകൂലിച്ചുകൊണ്ട് നടത്തിയ മുബാഹല 6 മാസം കഴിഞ്ഞപ്പോൾ ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം വന്നു. ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ യുക്തിവാദിയാണ് എഴുതിയത്. അയാൾ എഴുതിയെന്ന് വെച്ചാൽ മുബാഹല ദൈവം അനങ്ങിയില്ല എന്നായിരുന്നു ഹെഡിങ്. അതിൽ അദ്ദേഹം പറയുന്നത് വളരെ വലിയ കൊട്ടും കുറവുമായി ഒരു മുബാഹല നടത്തി. സുന്നി AP വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും കൂടി ഒരു മുബാഹല നടത്തി 6 മാസം പടച്ചവന് അവധി കൊടുത്തു. ഏതായിരുന്നാലും പെട്ടെന്നൊരു തീരുമാനം പടച്ചവൻ ഉണ്ടാക്കണ്ടെന്ന് പറയാനുള്ള ഒരു ബുദ്ധി അവർ കാണിച്ചിട്ടുണ്ട് എന്ന് ആ ലേഖകൻ പറയുന്നുണ്ട്. ഏതായാലും 6 മാസം അവധി കൊടുത്തു. 6 മാസം കഴിഞ്ഞിട്ട് കാദിയാനി പക്ഷത്തോ മറുപക്ഷത്തോ ആർക്കും ഒരപകടവും സംഭവിക്കാത്തതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി എന്നാണ് ലേഖകൻ പറയും. അദ്ദേഹം പറയുന്നത് 2 കൂട്ടരും പൊക്കി നടന്ന ദൈവം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് ബോധ്യപ്പെട്ടത് എന്ന് യുക്തിവാദി ലേഖനം എഴുതുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി. അതുണ്ടാക്കിയത് ഈ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സുന്നി എന്ന പേരുള്ള പ്രവർത്തനമാണ് എന്നത് ആർക്കാണ് മനസ്സിലാകാത്തത്? സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇസ്ലാം ദീനിനെ രക്ഷിച്ചു, ഇസ്ലാമിനെ രക്ഷിച്ചു. പിന്നീടുണ്ടായ സംഭവവികാസങ്ങൾ പലതാണ്, ഞാൻ നീട്ടുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ ശംസിയ തരീഖത്തുകാർ കാഫറുകളാണെന്ന് അപ്പുറത്തെ സമസ്ത എന്ന് പറയുന്ന കൂട്ടർ ഫത്വ കൊടുത്തു. കൊല്ലം ഏകദേശം 6 കഴിഞ്ഞതിന് ശേഷം ആ ഫത്വ ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് അവർ തന്നെ പത്രത്തിൽ കൊടുത്തു. പിന്നീട് മറ്റൊരു സംഭവം, ബേപ്പൂർ ഖാദി അവറുകൾ ഒരു മാസം ഓർപ്പിച്ചു. അദ്ദേഹം മാസം ഓർപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. നമ്മളെ SK ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓർപ്പിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ മാസം ഉറപ്പിച്ചപ്പോ അത് പക്ഷപാതിത്വത്തിന്റെ പേരിൽ മഹാനവറുകൾ ഉറപ്പിച്ച മാസം അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇവിടെ ഉണ്ടായി എന്നത് ഒരു പച്ച പരമാർത്ഥമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പക്ഷപാതിത്വം നോക്കി ഓരോന്നിനും ബഹുമാനം കൊടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന് ഒരു തങ്ങളല്ല എന്നൊരാൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം ചോദിച്ചാൽ അദ്ദേഹം AP ആളാണ്. അങ്ങനെയാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നതിന്റെയും അവിടുത്തെ കുടുംബത്തെ ബഹുമാനിക്കുന്നതിന്റെയും ആധാറിനെ ബഹുമാനിക്കുന്നതിന്റെ മാനദണ്ഡം പക്ഷപാതിത്വത്തിന്റെ, സംഘടനാ സങ്കുചിത്വത്തിന്റെ മാനദണ്ഡമായി അധപ്പതിക്കുന്ന ഒരു സാഹചര്യം മറുവശത്ത് നാം കാണുകയുണ്ടായി. പക്ഷേ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ട്. നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വമാണ്. നമ്മൾ ഒരിക്കലും തന്നെ ഒരു തങ്ങളെ ബഹുമാനിക്കുമ്പോൾ ആ തങ്ങൾ ഏത് സംഘടനയുടെ ആള് എന്നല്ല നോക്കാറുള്ളത്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണോ എന്നാണ്. അതിനെതിരായ നീക്കങ്ങൾ ഏതെങ്കിലും വിവരം കെട്ടവർ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പണ്ഡിതന്മാർ അപ്പോൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിലാർക്കും സംശയം വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പക്ഷപാതിത്വത്തിന്റെ പേരിൽ
മതം കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർക്ക് മനസ്സിൽ വലിയ വേദനയുണ്ടായി. ആ വേദന കടിച്ചമർത്തി മഹാനവറുകൾ കുറച്ചു കാലം ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. തലപ്പാടിയിൽ ഖുതുബക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്തുന്നതിനെതിരെ ഞാൻ താജുൽ ഉലമയുടെ നിർദ്ദേശം അനുസരിച്ച് പോയി പ്രസംഗിച്ച് വന്ന ആദ്യ പ്രഭാതത്തിന് പോയി അവസാനം പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ തലപ്പാടിയിലെ ആളുകൾ ഇ.കെ. ഉസ്താദിനെ കാണാൻ വന്നു. എന്തിനാണ് വന്നിട്ട് ഉടനെ പേരോട് വന്ന് നിങ്ങളുടെ നാട്ടിൽ ഫിതറുണ്ടാക്കി എന്ന് സലാം ജില്ലയോടെ പറഞ്ഞപ്പോൾ പേരോടും കാര്യം ഇവിടെ പറയണ്ട, വന്ന കാര്യം പറയാമെന്നോ ഇ.കെ. ഞങ്ങളുടെ നാട്ടിൽ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജുമാക്കുമ്പോൾ ഒരു പ്രസംഗം നടത്തുന്നത് ഒരു പരിപാടി ഉണ്ടായിരുന്നത് ഈ പേരോട് വന്ന് കറാഹത്താണ് എന്ന് പറഞ്ഞു. നടന മഹാനവറുകൾ പറഞ്ഞു പേരോടൊക്കെ ചെറുപ്പക്കാരാണ്, അവർക്കൊക്കെ അത്രയേ പറയാൻ കഴിയുള്ളൂ, ഹറാമാണെന്ന് പറയണം എന്ന് ഇ.കെ. ഉസ്താദ്. അപ്പൊ ഇ.കെ. ഉസ്താദ് പണ്ഡിതനായിരുന്നു, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന ആളായിരുന്നു. അത് ഞാൻ കറാഹത്താണെന്ന് പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട മൗലാന കണ്യത്ത് ഉസ്താദ് അവരുടെ ഫത്വയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 990 നമുക്ക് കാണാം കണ്യത്ത് ഉസ്താദിന്റെ ഒരു സ്മരണികയാണ്. ഇതിൽ ലേഖനം എഴുതുന്നത് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവറുകളാണ്. ഇതിൽ പറയുന്ന വിഷയം എന്താണ്? കണ്യത്ത് ഉസ്താദ് അവറുകളോട് ജുമാക്ക് മുമ്പുള്ള ഖുതുബയെ സംബന്ധിച്ച് അരീക്കൊട്ടുകാർ പറഞ്ഞു വെച്ച് ചോദിച്ചപ്പോൾ തദനുസൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജുമാ ഖുതുബക്ക് മുമ്പ് അൽകഹഫ് സൂറത്തും സലാത്തും അധികരിപ്പിച്ചുകൊണ്ടാണ് ജുമാക്ക് വന്നവർ സൂലാകേണ്ടത്. ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല. അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അസദ്യാകുന്നു എന്ന് കണ്യത്ത് ഉസ്താദ് പറഞ്ഞായി കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ എഴുതിയ ലേഖനത്തിൽ ഇപ്പോൾ നമുക്ക് വായിക്കാം. പക്ഷേ പിൽക്കാലത്ത് എല്ലാ പള്ളികളിലും അത് നടപ്പാക്കാൻ എത്രത്തോളം കഴിയുമെന്നാണ് പലരും ശ്രമിക്കുന്നതായി നമ്മൾ കണ്ടത്. അതിനവർ കാരണം പറഞ്ഞു, എന്നാൽ ഏപ്പിക്കാർ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ കാരണം പറഞ്ഞത്. അപ്പൊ കറാഹത്തോ ഹറാമോ എന്നതല്ല വിഷയം, വെറും സങ്കുചിത മനസ്ഥിതി മാത്രമാണ് ഒരു വിഭാഗത്തിന്റെ സംഘടനാബോധമായി ഈ സമൂഹം അനുഭവിച്ചത് എന്ന് വേദനയോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഇ.കെ. ഉസ്താദ് അവറുകൾ സമസ്ത യോജിക്കണം എന്ന ആശയത്തിനു വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചത്. അന്ത്യാഭിലാഷം എന്നാണ് ഹെഡിങ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ശംസുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റത്തെ അഭിലാഷമായിരുന്നു സമസ്തയിലെ പണ്ഡിതന്മാർ യോജിക്കണം എന്നത്. എനിക്കറിയാം ചില മഹാനവറുകളുമായി അടുത്ത ബന്ധമുള്ള ചിലരോട് ചിലപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിയുന്നവരൊക്കെ ഏപ്പിന്റെ കൂടെയാണുള്ളത്, നിർബന്ധമായും യോജിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ വിവരവും എനിക്ക് അറിവായിട്ടുണ്ട്. ബലഗനി. ഇനി സനത് വേണമെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് പറയാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ മഹാനായ ശംസുൽ ഉലമ സുന്നികൾ യോജിക്കണമെന്ന് ആഗ്രഹിച്ചത് സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാം ആ വിഷയം ഇദ്ദേഹത്തോട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാൻ അതെല്ലാം ഇവിടെ വ്യക്തമാക്കുന്നില്ല. ഈ വിവരങ്ങളെല്ലാം അടുത്ത ദിവസം ഈ കുറിപ്പുകാരൻ പാണക്കാട് പോയി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ അറിയിച്ചു. ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം ഈ കുറിപ്പുകാരൻ പാണക്കാട് സയ്യിദന്മാരെ അറിയിച്ചു എന്നാണ്. അൽഹംദുലില്ലാ, അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തിനോടനുബന്ധിച്ച് ശംസുൽ ഉലമയുടെ അഭിലാഷം ഇവിടെ നടപ്പാക്കണം എന്ന നിലക്ക് ഞങ്ങളുടെ കൂടെ, താജുൽ ഉലമയുടെ കൂടെ, ഉള്ളാൾ തങ്ങളുടെ കൂടെ ഞങ്ങൾ നിർമ്മിച്ച പള്ളിയുടെ ഉദ്ഘാടനത്തിൽ മംഗലാപുരത്ത് പങ്കെടുത്ത് മാതൃക കാണിച്ചതും പലപ്പോഴും ഉസ്താദ് അവറുകളുടെ കൂടെ അതാ ആശയങ്ങൾ പങ്കിട്ടതും ഐക്യത്തിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചതും സയ്യിദ് അലി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശ്രമിച്ചത് ഇ.കെ. ഉസ്താദിന്റെ ഈ അഭിലാഷം അത് പൂവണിഞ്ഞ് കാണാൻ വേണ്ടിയായിരുന്നു. പക്ഷേ മഹാനവറുകൾക്കും അതിന് സാധിച്ചില്ല. അള്ളാഹു ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾക്ക് കാണാം സമസ്ത യോജിക്കണമെന്ന് ചന്ദ്രികയാണ് വായിക്കുന്നത് 996 ആഗസ്റ്റ് 30. സമസ്ത യോജിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇത് അറിയിച്ചിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇ.കെയുടെ ഈ അന്ത്യാഭിലാഷം അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് അതിൻ്റെതായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ നേരത്തെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ കണ്യത്ത് ഉസ്താദ് അവറുകളുടെ കാലഘട്ടത്തിൽ അധ്യക്ഷം വഹിച്ച താജുൽ ഉലമയും ഇ.കെ. ഉസ്താദ് അവറുകളുടെ കാലഘട്ടത്തിൽ സെക്രട്ടറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തിയ സെക്രട്ടറി എ.പി. ഉസ്താദ് അവറുകളും നേതൃത്വം കൊടുത്തുകൊണ്ട് സമസ്ത അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ 2 ദിവസം ഇവിടെ നടന്ന ക്യാമ്പ് പുറത്തുനിന്ന് ആരെങ്കിലും നിഷ്പക്ഷമായി ശ്രദ്ധിച്ചാൽ അവർക്കറിയാം മറ്റു പലരും ഇവിടെ സമസ്തയുടെ പേരിലും സംഘടനയുടെ പേരിലും അല്ലാതെയും സമ്മേളനം നടത്താറുണ്ട്. ആ സമ്മേളനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്, ചീത്ത പറയൽ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ അല്ലാതെ അഥവാ ദുഷ്കർമ്മങ്ങൾ അല്ലാതെ
ദീനിന് ഉപകരിക്കുന്ന ഏത് ചർച്ചയാണ് ഗഹനമായി ഒരു പണ്ഡിതോചിതമായി നടക്കാറുള്ളത്? നേരെ മറിച്ച് 2 ദിവസം ഇവിടെ ക്യാമ്പ് നടന്നപ്പോൾ എത്രയെത്ര പണ്ഡിതോചിതമായ ഗഹനമായ വിഷയങ്ങളാണ് പണ്ഡിതന്മാരുടെ നാവിൽ നിന്ന് നാം കേട്ടത്. പണ്ഡിതന്മാരെ സജ്ജരാക്കാൻ വേണ്ടി എത്രയെത്ര വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇൻകുന്തും തഅഖിലൂൻ, സമൂഹത്തോട് ഉമ്മത്തിനോട് നമ്മൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകവും ചിന്താശക്തിയും ആത്മാർത്ഥതയും തന്നിട്ടുള്ള ഏത് വ്യക്തികൾക്കും അറിയാൻ സാധിക്കും യഥാർത്ഥ സമസ്ത അത് മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ സമസ്തയാണ്. അല്ലാത്തത് സമസ്തയാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ തേനീച്ചയാണെന്ന നിലക്ക് നാം വളർത്തുന്ന ഈച്ച തേനീച്ച അല്ലെങ്കിൽ, കാരണം റാണിയെയും പിടിച്ച് ഞങ്ങളിങ്ങ് പോന്നിരിക്കുന്നു, അത് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളാണ്. ഇനി അത് ഈച്ചയാണെന്ന നിലക്ക് തേനീച്ചയാണെന്ന നിലക്ക് തേൻ കിട്ടുമെന്ന നിലക്ക് ആരെങ്കിലും അവിടെ കൂടിപ്പോയാൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയെന്നല്ലാതെ തേൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. തേൻ കൊടുക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് എന്നതാണ് ഈ 2 ദിവസത്തെ ക്യാമ്പ് ഇവിടെ നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തി. SSFന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ, സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെ പ്രവർത്തകന്മാർ, അതുപോലെ SMEയുടെ പ്രവർത്തകന്മാർ, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തകന്മാർ, അങ്ങനെ SBS മുതൽ ജമിയത്തുൽ ഉലമ വരെ കൂട്ടായ്മയായി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണ്ഡിത നേതൃത്വത്തിൻ കീഴിൽ, കേൾപ്പുറ്റ അർഹതയുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ സംഘടനാ കുടുംബത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകരും വളരെ സജ്ജരായി പ്രവർത്തിക്കണമെന്നും, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് തുടങ്ങിയ വിഷയങ്ങളോ തെറിക്ക് തെറിയോ ചീത്തക്ക് ചീത്തയോ നമ്മുടെ ആശയമല്ലെന്നും അത് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണമെന്നും, അതിൽ അല്ലാഹു തആല ദീനിന് വിജയം നൽകുമ്പോൾ അതാണ് നമ്മുടെ വിജയമെന്നും, വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും നമ്മെ പിടികൂടാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഇഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഇഹും മസ്കൂറാ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകം ഓർമ്മിച്ചുകൊണ്ട്, അതേ സമയത്ത് മൻകാന യുരീദുൽ ആജിലത അജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലഹാ മദ്മൂമൻ മദ്ഹൂറാ എന്ന അതിന്റെ തൊട്ടടുത്ത മുമ്പത്തെ ആയത്തും ഓർമ്മിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നന്നായി പ്രവർത്തിക്കണമെന്ന് യുവ പണ്ഡിതന്മാരെ ഓർമ്മിപ്പിച്ചും സൂചിപ്പിച്ചും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സമസ്തയുടെ മുൻഗാമികളായ മുഴുവൻ പണ്ഡിതന്മാർക്കും, മഹാനായ ഇ കെ ഉസ്താദ് വരെ, കണ്യത്ത് ഉസ്താദ് വരെ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകൾ മുതൽക്ക് ഏതെല്ലാം ആലിമീങ്ങൾ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയോ അവരോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ സമസ്തയുടെ മുബല്ലിഗായിരുന്ന ബീരാൻ മുസ്ലിയാർ അടക്കം അദ്ദേഹത്തിന്റെ ആണ്ടിന്റെ ദിവസമാണ് ഇന്നെന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മാത്തോട്ടം മുഹമ്മദ് കോയ സാഹിബ് അടക്കം SYSന്റെ ആദ്യകാല നേതാവായിരുന്നു. അങ്ങനെ മുഴുവൻ പ്രവർത്തകരും, SSFന്റെ ഓ ഖാലി സാഹിബ് അടക്കം, വള്ളിറ മുഹമ്മദ് ഫൈസി അടക്കം മുഴുവൻ പ്രവർത്തകരും പേര് പറഞ്ഞാൽ തീരുകയില്ലല്ലോ. അല്ലാഹുവേ നിനക്കറിയാം, അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷവും വെളിച്ചവും നൽകണം റഹ്മാനെ. ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് നെല്ലിക്കുത്ത് ഉസ്താദ് അവർകൾക്കും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പയ്യനാട് തങ്ങൾ അവർകൾക്കും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ വേരത്ത് തങ്ങൾ, ഫضل തങ്ങൾ, ജമലുൽ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളടക്കമുള്ള മുഴുവൻ തങ്ങന്മാർ സയ്യിദന്മാർക്കും, ഓക്കെ ഉസ്താദ് മുതൽക്കുള്ള ഞങ്ങളുടെ മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാഹുവേ അവർക്കൊക്കെയും നീ ദർജനയേറ്റി കൊടുക്കണം റഹ്മാനെ.